മമ്മിയെ ചോറ് കഴിച്ചോണ്ടിരിക്കുകയാണോ? മമ്മി വരുന്നില്ലേ? എന്നാ ആ, മമ്മി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ യാത്ര പൂർണ്ണമാവത്തില്ല. അയ്യോ ഷോ സാരമില്ല, മമ്മിയെ ഞാൻ വേറൊരു ദിവസം കൊണ്ടുപോകാം. ഓക്കെ, ഞങ്ങളെന്നാ പോയി ചേരട്ടെ? കുഴപ്പമൊന്നുമില്ലല്ലോ? സങ്കടമുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കണോ? എവിടെ നിൽക്കണോ? ഞാൻ വേണേ നിൽക്കും. ആ ഓക്കെ ഓക്കെ ശരി, പോട്ടെ എന്നാ. ബൈ, ടാറ്റ ടാറ്റ. അയ്യോ പപ്പ, പപ്പ റെഡിയായി. പപ്പ കയറിയോ? എല്ലാവരും കയറിയോ? ഓക്കെ, അപ്പോൾ നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സംഭവം എന്തോ നിങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ. എന്ത് ചേച്ചി? വേണ്ട വേണ്ട വേണ്ട, കിന്നു എങ്ങനെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത്? കുളിച്ചിട്ടേക്കുവായിരുന്നു. ആ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് സിനിമയല്ല, സിനിമയ്ക്ക് പോവാ കേട്ടോ. സിനിമയ്ക്ക് ഏതാ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ പേര് എന്താ വെച്ചാൽ ചത്തപച്ച. ചത്തപച്ചന്നല്ലേ? ചത്തപ്പച്ച. തത്തപ്പച്ചയല്ല, ചത്തപച്ച. ചത്തപച്ച. ചത്തപച്ചന്നാ ചത്താപച്ചന്നാ? ആ, ചത്തപച്ച. ഓ, ചത്തപച്ച, അത് മതി. അപ്പം ഞങ്ങളത് കാണാൻ പോവാ കേട്ടോ. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയത് തൊട്ട് ഞങ്ങൾ കാണണം. കാരണം നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആ പടത്തിനെന്ന് എല്ലാവരും കണ്ടവരെല്ലാം പറഞ്ഞു. അപ്പം ഞങ്ങൾ വീക്കെൻഡ്സിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നലാണ് നല്ല തിരക്കായിരുന്നു, അപ്പോൾ ഇന്ന് പോയേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിപ്പം സിനിമ കാണാൻ പോവാണ്. മമ്മിയില്ല കേട്ടോ, ഞാൻ, ജിബിനച്ചാച്ചനുണ്ട്, മെറ്റിയേട്ടത്തിയുണ്ട്, അതുപോലെ തന്നെ പപ്പയുണ്ട്, ബാക്കിൽ പപ്പയുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. കാർണിവൽ ഡി മോൾ. എവിടെ? പുനലൂര്. ഞങ്ങൾ പുനലൂർ പോകട്ടോ. ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂർ ഒരു അരമണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ദൂരമുള്ള തിയേറ്റർ പുനലൂരാണ്. പക്ഷേ നല്ല തിയേറ്റർ, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകും. പന്നി അയ്യോ, കാട്ടുപന്നി. അയ്യോ, ഇപ്പൊ ഒരു പന്നി വന്ന് കുറുകിയാടിയായിരുന്നു. അതെ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പന്നിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ സിനിമ കാണാൻ പുനലൂർ പോവാ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു. എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അമ്പലത്തിൻ്റെ എന്തോ ആണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വിളക്ക് കത്തിച്ചുകൊണ്ട് പോവാ. അയ്യോ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഇരുട്ടത്തും കൂടെ. ആ ശരിയാണെന്നല്ല സമയം, കുഴപ്പമില്ല. ഈ തലവൂർ അടുത്തുള്ള അരയിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഭൂതത്താൻ മുകൾ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. തിയേറ്ററിൻ്റെ പാർക്കിംഗ് ആയത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിൽ വരുന്ന പകുതി മുക്കാൽ പേർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് പകുതി മുക്കാൽ പേർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇതിൻ്റെ താഴെ ഒരു പാർക്കിംഗ് ഉള്ള കാര്യം. ഞങ്ങൾ രാത്രി സിനിമയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഒറ്റ വണ്ടി കാണത്തില്ല, ഞങ്ങളുടെ വണ്ടി മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം ഇതിനകത്തൊരു പാർക്കിംഗ് ഉണ്ടെന്നും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നും. അല്ലാത്തപ്പോൾ എല്ലാവരും വെളിയിലായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം എത്ര വെച്ചാൽ 9:22. 9:45 സമയം ഇഷ്ടം പോലെ. 9:30 പിന്നെ സമയമില്ല, പെട്ടെന്ന് കയറി. യെസ്, അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇനിയിപ്പം ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് സ്പോയിലർ റിവ്യൂസ് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ശരി, നമുക്ക് സിനിമ കണ്ടിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ വന്നപ്പോഴേ കണ്ട ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു സംഭവം. ഇവിടെ തിയേറ്ററിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. A few moments later. ഓക്കേ, അപ്പം ഞങ്ങൾ പടം കണ്ടു കേട്ടോ. ചത്തപച്ച എന്നല്ല, ചത്തപച്ച, അതാണ് ശരിക്കും പറഞ്ഞ ആ പടത്തിൻ്റെ പേര്. ആ, ജിബിനച്ചാൻ കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ചെറുതായിട്ട് പാളിപ്പോയി. ചത്തപച്ച, അതാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ പടം കണ്ടു കേട്ടോ. എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം എന്താ പറയുന്നത്, ഒരു ഫൈറ്റൊക്കെ കാണും, റെസ്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ പടം ഇഷ്ടപ്പെടും. പക്ഷേ ചില കാര്യങ്ങൾ അത് ജിബിനച്ചാൻ പറയും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ ഒരു 80-85% അടിപൊളിയാണ്. അവസാനം ഒരാളുടെ ഒരു ക്യാമിയോ എൻട്രി ഉണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ ഒരു ക്യാമിയോ എൻട്രി ഉണ്ട്. ആ ക്യാമിയോ എൻട്രിയോട് ആ പടം ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഗ്രാഫ് ഷൂ എന്ന് പറഞ്ഞ താഴെ പോകും.
അതുപോലത്തെ ഒരു സീനാണ് ഒരു അവസാനത്തെ ഒരു 15 മിനിറ്റ്. അല്ലാത്ത പക്ഷം പടം നല്ലതാണോ, നല്ല സിനിമ, മേക്കിങ്ങും അടിപൊളിയാണ്, എല്ലാം കൊണ്ടും പടം നൈസാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നൈസായിരുന്നു. ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷൻ ഇത് വരും, അതും കിടിലോ. പക്ഷേ അവസാനത്തെ ഒരു 10 മിനിറ്റ്സ് അത് നിങ്ങൾ എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെ കേട്ടോ. കാരണം ഒരുപാട് എന്താ പറയുന്നത് നല്ല അടിപൊളി റെസ്ലിംഗ് സീൻസൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, നമ്മൾ WWE കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, ആ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടും. WWE കാണുന്ന എല്ലാവർക്കും അതിനകത്തുണ്ട്. അതെ, ഓരോ കാര്യങ്ങൾ അതിനകത്ത്, ഓരോ മൂവ്സും, RKO, യു ക്യാൻ സീ മീ, ചോക്ക് സ്ലാം എല്ലാം ഉണ്ട്. അതെ, എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് റെസ്ലിംഗ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ, അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് എന്നാ എനിക്ക് പറയാൻ പറ്റും. കാരണം OTT വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് OTT കിട്ടുമെന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. ഫൈറ്റും ഈ പപ്പയ്ക്ക് ഈ ജോണർ ഇഷ്ടമല്ല. ഇൻഫാക്ട് എല്ലാവർക്കും ഈ ജോണർ ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ പപ്പയുടെ ജോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് കുറച്ചൊരു ക്രൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ കോമഡി ഇതൊക്കെ ആണെങ്കിൽ, ജോണറൊക്കെ ആണെങ്കിൽ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അധികം സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ചത്ത പച്ച എന്ന പടത്തിൻ്റെ ഞങ്ങൾ ചത്ത പച്ച ചത്തൂന്ന് നെറ്റിയടത്തി പറഞ്ഞു. പടം നല്ലായിരുന്നു. അവസാനത്തെ ഒരു ലീഡ് റോളിൽ വന്ന ഹീറോസ് എല്ലാം അതെ. അതിനകത്ത് ആരൊക്കെ ലീഡർ ഉണ്ടോ അവരെല്ലാം ഫിസിക്കലി അവര് ഭയങ്കര ഫിറ്റായി. അയ്യോ, സമ്മതിച്ചേ പറ്റും. പ്രത്യേകിച്ച് കുപ്പി ഒരു രക്ഷയില്ല. വിശാഖ് നായർ കിടിലം ട്രാൻസ്ഫോർമേഷനാണ് പുള്ളി ചെയ്തേക്കുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല. അമ്മേ, അപ്പം ഇതൊക്കെ ആയിരുന്നു ചത്ത പച്ചയിലെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, നല്ല പടമാണ്. ഞാൻ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. എനിക്ക് സത്യം പിന്നെ റിവ്യൂ ചെയ്യാൻ അറിഞ്ഞൂടാ. ഞങ്ങളൊരു പടം കണ്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇതൊക്കെയായിരുന്നു സത്യം. ഞങ്ങൾ വേറെ റിവ്യൂസ് ഒന്നും കണ്ടില്ല അല്ലേ? ഞാൻ വേറെ റിവ്യൂസ് പൊതുവേ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ റിവ്യൂസ് കാണുന്നതാണ്, പക്ഷേ ഈ പടത്തിന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.